ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി പുഡിങ്ങാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ട് ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് കാരമലൈസ് ചെയ്യണം. പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഞാൻ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഇതുപോലെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. എങ്കിൽ പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത്. ഇപ്പം നമ്മുടെ പഞ്ചസാരയ്ക്ക് നിറം മാറി വരുന്നത് കാണുന്നില്ലേ? ഈ ഒരു ടൈമിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് എല്ലാ പഞ്ചസാരയും മെൽറ്റായി കിട്ടുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇത് അധികം ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഇതിനൊരു കയ്പ്പ് രസം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ വെക്കുന്ന പാത്രത്തിലേക്ക് നമ്മൾ ഇത് ചൂടാറുന്നതിൻ്റെ മുന്നേ തന്നെ ഒഴിച്ച് കൊടുക്കണം. നമ്മൾ ഫ്ലെയിം ഓഫാക്കിയ ഉടനെ തന്നെ നമ്മൾ ഇത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിലൊന്ന് ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ചൂടാറിയാൽ പിന്നെ ഇതുപോലെ ചുറ്റിക്കാനൊന്നും കഴിയൂല. ഇത് പെട്ടെന്ന് സെറ്റായി പോവും. അതുകൊണ്ട് ചൂടാറുന്നതിന് മുന്നേ തന്നെ ഇത് ചുറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് പുഡിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 കപ്പ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 2 കപ്പ് എന്ന് പറഞ്ഞാൽ 500 ml പാലുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ പുഡിങ് സെറ്റാവാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് ചൈനാഗ്രാസോ അതുപോലെ കോൺഫ്ലവറോ ജലാറ്റിനോ ഒന്നുമല്ല ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ റവയാണ് ചേർത്തിട്ടാണ് ഈ ഒരു പുഡിങ് സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. റവ ചേർത്താൽ പിന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും, അടിയിലും പിടിക്കും കേട്ടോ. അപ്പോൾ ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ തിളച്ച് വരുന്ന ടൈമിൽ ഇതുപോലെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നെയ്യല്ല ബട്ടറാണ് ചേർക്കുന്നതെങ്കിൽ ബട്ടർ ചേർക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊരു 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏലക്ക പൗഡർ ചേർത്താലും മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുറുകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇതാ ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഇത് തണുക്കുന്നതിനനുസരിച്ച് കട്ടിയായി പോവും. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ കോഴിമുട്ടയൊക്കെ ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു മിക്സ് അധികം ചൂടാറിയിട്ടില്ല കേട്ടോ. നേരിയ ഒരു ചൂടിലാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ കോഴിമുട്ട ബീറ്റ് ചെയ്തത് നമ്മുടെ ഈ ഒരു ബാറ്റർ നല്ല ചൂടോട് കൂടെ ഉള്ള ടൈമിൽ ഇതിലേക്ക് മിക്സ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ കോഴിമുട്ട പിരിഞ്ഞു പോകും. ഇനി നമുക്ക് നേരത്തെ സെറ്റാക്കി വെച്ചിരിക്കുന്ന ഈ ട്രേയിലേക്ക് നമ്മുടെ ഈ മിക്സ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് വേണം ഇത് ആവിയിൽ വേവിച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന്
കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഫോയിൽ പേപ്പറാണ് ഉള്ളതെങ്കിൽ ഫോയിൽ വെച്ചിട്ട് ചെയ്യാം. അതല്ല നിങ്ങൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിന് ലിഡ് ഉണ്ടെങ്കിൽ അതിന് ലിഡ് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ റൗണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പുഡിങ് വെച്ച് കൊടുത്തിട്ട് അടച്ച് വെക്കുകയാണ്. ഇനി ഇതൊരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിൽ നിന്ന് മാറ്റുകയാണ് കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ കവറൊന്ന് മാറ്റി നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായി വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രം നമുക്കിത് ഇതുപോലെ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് പാത്രത്തിലാണോ സെർവ് ചെയ്യുന്നത് അതിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ഈ കാരമലൈസ്ഡ് മിൽക്ക് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഞാൻ ഈ പുഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ കൂടെ വരുന്ന ആ കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ ഇത് ട്രൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്കാണ് നിങ്ങൾ കമൻ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.